വയലിൻ സെഷൻ, ഇറ്റ്സ് കീ ആൻഡ് ഇറ്റ്സ് ഒക്ടേവ് റേഞ്ച്. ഇത് നാം ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വയലിൻസ് ആണ്. പലരും ചോദിക്കാറ് ഫസ്റ്റ് വയലിനും സെക്കൻഡ് വയലിനും തമ്മിൽ അതിൻ്റെ മെയ്ഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോർമലി വ്യത്യാസമില്ല. പക്ഷേ ഓർക്കസ്ട്രയിൽ പ്ലേ ചെയ്യുമ്പോൾ ഫസ്റ്റ് വയലിനും സെക്കൻഡ് വയലിൻസും മെയിൻലി ഡീൽ ചെയ്യുന്നത് മെലഡിയാണ് അവർ ഡീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാലും അവർ മെലഡി തന്നെ പലപ്പോഴും രണ്ട് പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇട്ട് വായിക്കാറുണ്ട്. ഇതിനകത്ത് നൊട്ടേഷൻ ഫസ്റ്റ് വയലിനും സെക്കൻഡ് വയലിനും എഴുതുന്നത് ജി ക്ലഫിലാണ്, ട്രിപ്പിൾ ക്ലഫിലാണ്. ഈ ഫസ്റ്റ് വയലിൻ്റെയും സെക്കൻഡ് വയലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് തേർഡ് ഒക്ടേവിലെ C3, തേർഡ് ഒക്ടേവിലെ G മുതൽ 7th ഒക്ടേവിലെ G വരെയാണ്. അതുകൊണ്ട് മ്യൂസിക് കമ്പോസേഴ്സ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളൊരു പർട്ടിക്കുലർ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിനകത്ത് ഓർക്കസ്ട്ര മാസ്റ്റർ, ആ ഫസ്റ്റ് വയലിൻ വായിക്കുന്നതിലൊരു ഓർക്കസ്ട്ര മാസ്റ്റർ ഉണ്ടാവും, വയലിനിസ്റ്റിലൊരു ലീഡർ ഉണ്ടാവും. അദ്ദേഹത്തോട് നമ്മൾ ഡിസ്കസ് ചെയ്യും സാധാരണ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിച്ചിങ് റേഞ്ച് ഏതാണെന്ന്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വയലിൻ ആൻഡ് സെക്കൻഡ് വയലിൻ നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് തേർഡ് ഒക്ടേവിലെ G മുതൽ 7th ഒക്ടേവിലെ G വരെ.